മുരളീധരൻ 4 വോട്ടിന് കഴക്കൂട്ടത്ത് മുന്നിൽ. ഏറ്റവും പുതിയ വിവരം അതാണ്. വി മുരളീധരൻ 4 വോട്ടിന്. അപ്പോൾ എൻഡിഎ ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ പിന്നിലേക്ക് പോയി, കാസർഗോഡ് അശ്വനിയും പിന്നിലേക്ക് പോയി. പക്ഷേ ബി.ജെ.പി ഒരു സീറ്റിൽ മുന്നിൽ, അത് കഴക്കൂട്ടത്താണ്. ശോഭാ സുരേന്ദ്രൻ 13 വോട്ടിന് മുന്നിൽ പാലക്കാട്. അപ്പോൾ രണ്ട് സീറ്റുകൾ, എൻഡിഎ 2 സീറ്റുകളിൽ മുന്നിൽ. ഇപ്പോൾ എൻഡിഎയുടെ കണക്കിൽ 2 സീറ്റുകൾ. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമാണ്, അതാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ഇതൊക്കെ മാറി മാറി വരാൻ പറ്റുന്ന ട്രെൻഡുകളാണ്. പാലക്കാട് നഗരസഭ എണ്ണുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ലീഡെടുക്കുന്നത്. മഞ്ഞലാംകുഴിയലി 18 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മങ്കടയിൽ മഞ്ഞലാംകുഴിയലി 18. മലപ്പുറം ജില്ലയിൽ എല്ലാ സീറ്റുകളിലും യു.ഡി.എഫ് മുന്നിൽ. 16 സീറ്റുകളിലും. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളിലും യു.ഡി.എഫ് മുന്നിൽ. മലപ്പുറം ജില്ലയിൽ അടൂരിൽ ശാന്തകുമാർ മുന്നിൽ. കോന്നിയിൽ കെ.യു. ജനീഷ് കുമാർ മുന്നിൽ. അടൂരിൽ ശാന്തകുമാർ, യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശാന്തകുമാറോട് വിജയം പ്രതീക്ഷിക്കുന്നു. ശാന്തകുമാർ മുന്നിൽ. കോന്നിയിൽ കെ.യു. ജനീഷ് കുമാർ മുന്നിൽ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്ക് വെച്ച് നെക്ക് ടു നെക്ക് ഫൈറ്റിൽ നിന്ന് യു.ഡി.എഫ് ലീഡെടുക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 40-41 വലിയ കണക്കുകളൊക്കെ ചിലവർ കൊടുക്കുന്നുണ്ട്. അതൊന്നും തെറ്റാണ്. 40-41 2 എന്ന് പറയുന്നത് പാലക്കാടും അതുപോലെ കഴക്കൂട്ടവുമാണ്. ഈ 2 സീറ്റുകൾ അത് രണ്ടുമാണ് ഉള്ളത്. ഒപ്പം തന്നെ കാസർഗോഡും മഞ്ചേശ്വരവും ബി.ജെ.പിക്ക് ചില സൂചനകൾ നൽകുന്നുമുണ്ട്. എന്തായാലും നിലവിലെ കണക്കിൽ എൻഡിഎ 2 ഇടങ്ങളിൽ, തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ ലീഡ് ബി.ജെ.പി. അതുപോലെ തന്നെ പാലക്കാടുമാണ് വന്നിരിക്കുന്നത്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 40 വോട്ടുകൾക്ക് മുന്നിൽ. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 40 വോട്ടുകൾക്ക് മുന്നിൽ എന്ന കണക്ക് പുറത്തു വരുന്നു. എ.കെ. ശശീന്ദ്രൻ 40 വോട്ടുകൾക്ക് എലത്തൂരിൽ മുന്നിൽ എന്ന കണക്ക് പുറത്തു വരുന്നുണ്ട്. അരൂരിലും അൻവർ സാദത്ത് 86 വോട്ടുകൾക്ക് ആലുവയിൽ മുന്നിൽ എന്ന കണക്ക് പുറത്തു വരുന്നു. അൻവർ സാദത്ത് അവിടെ വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 86ലേക്ക് അൻവർ സാദത്തിൽ ലീഡ് ഉയർന്നിട്ടുണ്ട്. പി രാജീവ് കളമശ്ശേരിയിൽ 48 വോട്ടുകൾക്ക് മുന്നിൽ. പി രാജീവ് കളമശ്ശേരിയിൽ 48 വോട്ടുകൾക്ക് മുന്നിൽ എന്ന കണക്ക് വരുന്നു. ഇപ്പോൾ ഏറ്റവും